എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും ഭിന്നശേഷിക്കാർ പലയിടത്തും വിവേചനം നേരിടുന്നുണ്ട് എന്നതും പറയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നാണ് നാം എല്ലാം എന്ന സന്ദേശമുയർത്തി ഈ ദിനത്തിൽ ഭിന്നശേഷിക്കാർക്കായിട്ട് സംഗീത ആൽബം പുറത്തിറക്കുകയാണ് ബംഗളൂരു മലയാളിയായ സുനിൽ കോശി. കാണാം ഹം ഏക് ഹേ. ഒന്നാണ് നമ്മളെന്ന മഹത്തായ സന്ദേശം. കഷ്ടത അനുഭവിക്കുന്നവരെ ചേർത്തുപിടിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ. ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്ന് വിളിച്ചു പറയുകയാണ് ഹം ഏക് ഹേ. മലയാളിയായ ഗായകൻ സുനിൽ കോശിയാണ് ഈ ആൽബത്തിന് പിന്നിൽ. കഴിവുകൾ ഏറെയുള്ള ഭിന്നശേഷിക്കാരുൾപ്പെടെ അണിയറയിലുണ്ട്. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ളവരെ നമ്മൾ വേർതിരിച്ച് കാണാതെ അവരെ നമ്മളെപ്പോലെ അതായത് വി ആർ വൺ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇൻക്ലൂഷൻ. അപ്പോൾ അത് ഈ പാട്ട് വഴി നമുക്ക് എങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു നമ്മുടെ അറ്റംപ്റ്റ്. മോട്ടിവേഷണൽ സ്പീക്കറും ഡിസൈനറുമായ ഡോക്ടർ സായി കൗസുബ് ദാസ് ഗുപ്ത, ധനകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥയായ മലയാളി ശ്രദ്ധാ മുരളീധരൻ, BK ശ്രീനിവാസ്, ഡോക്ടർ D ഗണേഷ് എന്നിവരാണ് ആൽബത്തിലെ ഭിന്നശേഷി സാന്നിധ്യം. IIM ബാംഗ്ലൂരിലെ വിദ്യാർത്ഥികളും കേരളം ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികളും ആൽബത്തിന്റെ ഭാഗമാണ്. ഈ ഭിന്നശേഷി ദിനത്തിൽ ഞാനും നീയും ഒരുപോലെയാണെന്നുള്ള സന്ദേശം ലോകമെങ്ങും പകരട്ടെ. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു. ഞാനും നീയും ഒരുപോലെയാണ്. എത്ര മനോഹരമായ ആശയമല്ലേ. നമുക്കിപ്പം KB ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, നാം ഒന്നാണെന്നൊരു വലിയ സന്ദേശമാണ് ഈ ഭിന്നശേഷി ദിനത്തിൽ അവർ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും പറയും ഇവിടെ വേർതിരിവൊന്നുമില്ല, എല്ലാവരും ഒന്നാണ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ പ്രവൃത്തിയിൽ പലപ്പോഴും അത് കാണാറില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് നൽകേണ്ടി വരുന്നത്. ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുത്താൽ, ഒരു പൊതുസ്ഥലത്ത് പോയാൽ ഒരു വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കെട്ടിടങ്ങൾ പോലും നമ്മുടെ നാട്ടിൽ വളരെ വിരളമാണ്, വിരലെണ്ണാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിവേചനങ്ങളൊക്കെ മാറ്റണമെന്നുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ ആൽബത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 4 പേർ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഭിന്നശേഷിക്കാരായിട്ടുള്ളത്. അതിൽ മോട്ടിവേഷണൽ സ്പീക്കറും ഡിസൈനറുമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ സായി കൗസുബ് ദാസ് ഗുപ്ത, അതുപോലെ തന്നെ ധനകാര്യ സ്ഥാപനത്തിൽ ഉദ്യോഗസ്ഥയായിട്ടുള്ള മലയാളി കൂടിയായിട്ടുള്ള ശ്രദ്ധാ മുരളീധരൻ, ഡോക്ടർ ഗണേഷ്, ശ്രീനിവാസ്, അങ്ങനെ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതിൻ്റെ ഭാഗമാണ്. IIM ബാംഗ്ലൂരിൻ്റെ സഹകരണം ഇതിലുണ്ട്. അതുപോലെ കേരളത്തിലെയും ഈ ബാംഗ്ലൂരുവിലേക്കുള്ള നിരവധി ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളൊക്കെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു സന്ദേശമാണ് സുനിൽ കോശി എന്ന മലയാളി ഇതിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് പാട്ടിൻ്റെ പേര് പോലെ തന്നെ, ആൽബത്തിൻ്റെ പേര് പോലെ തന്നെ ഹം ഏക് ഹേ, ഞാനും നീയും ഒന്നാണ്, നമ്മൾ ഒന്നാണ് എന്നുള്ള വലിയൊരു സന്ദേശം ഈ ഭിന്നശേഷി ദിനത്തിൽ ആളുകളിലേക്ക് എത്തിക്കുകയാണ് ഈ ആൽബത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ശരി ശ്രീധരൻ, എന്തായാലും ഈ ഭിന്നശേഷി ദിനത്തിൽ ഏറ്റവും മനോഹരമായ ഒരു സന്ദേശം തന്നെയാണ് വന്നത്. അതായത് നാം ഒന്നാണ്, ഒരുപോലെ തന്നെയാണ്.